വ്യോമകേശം എന്ന് പറഞ്ഞാൽ മേഘമാണ്. ആ മേഘത്തെ മുടിയായി ജടയായി ധരിച്ചിരിക്കുന്നത് ഭൂമിയാണ്. വ്യോമകേശൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയാണ്. ആ ഭൂമി തന്നെയാണ് ശിവൻ. അടുത്തത് പറയുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാണ്. ഗംഗാധരനാണ്. ആ വ്യോമകേശത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന ഗഗനാംബു എന്ന് പറയുന്നത് മഴവെള്ളമാണ്. ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ. ആ ഗംഗയെ ധരിക്കുന്നത്, മഴയെ ധരിക്കുന്നത് ആരാണ്? അത് ഭൂമി മാത്രമാണ്, അല്ലേ? ആ ശൈവ നിലയമായിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ്. ശിവനാണ് ഗംഗയെ ധരിക്കുന്നത്. അടുത്ത നാമം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകും. ശിവനെ അടുത്തറിയാൻ പറ്റും. ചന്ദ്രനാഥനാണ് ശിവൻ. ചന്ദ്രൻ്റെ നാഥനാരാണ്? ഭൂമിയാണ്. ആ ചന്ദ്രനാഥനായിരിക്കുന്ന ഈ ഭൂമിയാണ് ശിവൻ. അടുത്തത് പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ശിവനെ പ്രത്യക്ഷമാകും. ജീവധരനാണ്. ജീവനെ, നാഗത്തെ അണിഞ്ഞിരിക്കുന്ന, ഇപ്പോൾ വസിക്കുന്ന വാസുകിയെ, ജീവലോകത്തെ അണിഞ്ഞിരിക്കുന്ന, ആ ജീവനെ ആഭരണമായി അടയാളമായി ധരിച്ചിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ശിവൻ. ഒന്നും കൂടി നിങ്ങളറിയും. എങ്ങനെ? അർദ്ധനരീശ്വരനാണ്. അർദ്ധഭാഗം നരത്താൽ, തീർത്ഥത്താൽ, ജലത്താൽ, 7 കരയും 7 കടലും ചേർന്ന അർദ്ധനരീശ്വരനാണ് ഈ ഭൂമി. ഈ ഭൂമി തന്നെയാണ് ശിവൻ. ഒന്നും കൂടി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ശിവനെ നേരിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണ്? സദാനന്ദനാണ്. സദാസമയവും ആനന്ദ നടനമാടുന്നവനാണ്. പരബ്രഹ്മമായ സൂര്യന് ചുറ്റും ആനന്ദ നടനമാടുന്ന ഈ ഭൂമി തന്നെയാണ് ശിവൻ. സദാനന്ദനാണ്, നടരാജനാണ്, നൃത്തം ചെയ്യുന്ന ഭാവത്തിലുള്ളവനാണ് ഭൂമി. അപ്പോൾ 7 കരയും 7 കടലും ചേർന്ന് പാർവതിയെ, ജലത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മണ്ണാണ് മഹാദേവൻ. മണ്ണ് ശൈവശക്തിയാണ്, ജലമോ പാർവതിയാണ്. മണ്ണും ജലവും ചേർന്നാൽ മഹാദേവനാണ്. മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടോൺ. സ്ഥൂല കണമാണ്, പ്രത്യക്ഷ കണമാണ്. അടയാളത്തിന് കാരണമാകുന്ന ലിംഗഭേദത്തെ കൽപ്പിക്കുവാൻ ശേഷിയുള്ള സ്ഥൂല കണത്തെയാണ്, പ്രത്യക്ഷ കണത്തെയാണ്, പ്രോട്ടോണിനെയാണ് എന്ത് പറയുന്നത്? മഹാദേവൻ എന്ന് പറയുന്നത്.